ഹലോ, മോം സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചേമ്പ് കൂട്ടാനാണ്. അപ്പോൾ അത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേമ്പ് എടുത്തിട്ടുണ്ട്. ചെറു ചേമ്പാണ് കേട്ടോ അത്. ചെറു ചേമ്പ് എന്ന് പറയില്ലേ, പാൽ ചേമ്പല്ല, ചെറു ചേമ്പാണ്. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെള്ളം, കുറച്ച് വെള്ളം, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് അമ്മയുടെ ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായൊരു കറിയാണ്. ഇത്രയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിന് വേണ്ട പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പൊടികൾ ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. ഇത് വേവണ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള അത്രയില്ല, അതിലും കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെക്കുക. ഇനി ഇതൊരു 3 വിസിലടിക്കണം, എന്നാലാണ് ഈ ചേമ്പ് നന്നായിട്ട് വെന്ത് കിട്ടണുള്ളൂ. അപ്പോൾ ഇതൊരു 3 വിസിൽ അടിക്കട്ടെ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ 3 വിസിലൊക്കെ അടിച്ച് ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കുക. അപ്പോൾ ഇതാ ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, പാകത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം വേവണം കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിങ്ങനെ പിടിച്ച് വെക്കുമ്പോൾ അറിയാം, സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഈ ചെറുചേമ്പ് വയ്ക്കുമ്പോൾ എന്തായാലും പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ചൊറിയും കേട്ടോ. അപ്പോൾ പാൽച്ചേമ്പാണെങ്കിൽ ചൊറിയില്ല, പുളിയുടെ ആവശ്യമില്ല. പക്ഷേ ഇതിന് നിർബന്ധമായിട്ടും പുളി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല പുളി വേണം. ഇനി ഈ ചേമ്പ് ഈ പുളിയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. അതിലേക്ക് ഈ പുളിയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ഇത് തിളപ്പിക്കണം. ഒന്നിങ്ങനെ അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് ഒന്ന് കുറുകി വരും, ചേമ്പായതുകൊണ്ടേ. പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിതിൽ തേങ്ങ അരയ്ക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് തേങ്ങ അരച്ച കൂട്ടാനാണ് ഇതുകൊണ്ട് വെക്കാൻ താല്പര്യമെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ, ഒരു നുള്ള് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 3 ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒഴിക്കുന്നില്ല കേട്ടോ, ഞങ്ങൾക്കിവിടെ ഇങ്ങനത്തെ കറികളൊക്കെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്കൊന്ന് വറുത്തിടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നാടൻ കറിയല്ലേ, അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് കൂട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയുടെ മണം ഇതിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ രണ്ടും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നാടൻ സിമ്പിളായ ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ.